ജേണി ടു വിക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. സുനിത വില്യംസുമായിട്ട് ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചോദ്യം 1. സുനിത വില്യംസ് ജനിച്ചത് എന്നാണ്? സുനിത വില്യംസ് ജനിച്ചത് എന്നാണ്? ഉത്തരം 1965 സെപ്റ്റംബർ 19. സുനിത വില്യംസ് ജനിച്ചത് 1965 സെപ്റ്റംബർ 19-നാണ്. ചോദ്യം 2. സുനിത വില്യംസിൻ്റെ പ്രഥമ ബഹിരാകാശ യാത്ര ഏത് ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു? സുനിത വില്യംസിൻ്റെ പ്രഥമ ബഹിരാകാശ യാത്ര ഏത് ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു? ഉത്തരം എക്സ്പെഡിഷൻസ് 14-15-ൻ്റെ ഭാഗമായിരുന്നു സുനിത വില്യംസിൻ്റെ പ്രഥമ ബഹിരാകാശ യാത്ര. എക്സ്പെഡിഷൻ 14-15-ൻ്റെ ഭാഗം. ബഹിരാകാശ മാരത്തൺ ഓടുന്ന ആദ്യ വ്യക്തി ആരാണ്? ബഹിരാകാശ മാരത്തൺ ഓടുന്ന ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം സുനിത വില്യംസ്. 2007 ഏപ്രിൽ 16-നാണ് ഈ റെക്കോർഡ് സുനിത വില്യംസ് സ്വന്തമാക്കിയത്. ISSലെ ട്രെഡ്മില്ലിൽ എത്ര സമയം കൊണ്ടാണ് സുനിത ബോസ്റ്റൺ മാരത്തൺ പൂർത്തിയാക്കിയത്? ISSലെ ട്രെഡ്മില്ലിൽ എത്ര സമയം കൊണ്ടാണ് സുനിത വില്യംസ് ബോസ്റ്റൺ മാരത്തൺ പൂർത്തിയാക്കിയത്? ഉത്തരം 4 മണിക്കൂറും 24 മിനിറ്റും. 4 മണിക്കൂറും 24 മിനിറ്റും കൊണ്ടാണ് ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ സുനിത വില്യംസ് ബോസ്റ്റൺ മാരത്തൺ പൂർത്തിയാക്കിയത്. ചോദ്യം 5. ISSനെ നയിക്കുന്ന രണ്ടാമത്തെ വനിത സുനിത വില്യംസ് ആണെങ്കിൽ ആദ്യ വനിത ആര്? ഉത്തരം പെഗ്ഗി വിറ്റ്സൺ. 2007 പെഗ്ഗി വിറ്റ്സൺ ബഹിരാകാശ നിലയത്തെ നിയന്ത്രിക്കുന്ന ആദ്യ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഓട്ടം, സൈക്ലിംഗ്, നീന്തൽ എന്നിവ അനുകരിച്ചുകൊണ്ട് ബഹിരാകാശത്ത് ട്രയാത്തലൺ പൂർത്തിയാക്കിയ ആദ്യ വ്യക്തി ആരാണ്? ഓട്ടം, സൈക്ലിംഗ്, നീന്തൽ എന്നിവ അനുകരിച്ചുകൊണ്ട് ബഹിരാകാശത്ത് ട്രയാത്തലൺ നടത്തിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം സുനിത വില്യംസ്. സുനിത വില്യംസാണ് ആദ്യമായിട്ട് ബഹിരാകാശ നിലയത്തിൽ ഓട്ടം, സൈക്ലിംഗ്, നീന്തൽ എന്നിവ അനുകരിച്ചുകൊണ്ട് ആദ്യമായിട്ട് ട്രയാത്തലൺ നടത്തിയത്. ചോദ്യം 7. സുനിത വില്യംസ് എത്ര തവണ ബഹിരാകാശത്ത് നടന്നിട്ടുണ്ട്? സുനിത വില്യംസ് എത്ര തവണ ബഹിരാകാശത്ത് നടന്നിട്ടുണ്ട്? ഉത്തരം 9 തവണ. 9 തവണയാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നിട്ടുള്ളത്. ഇത് റെക്കോർഡാണ്. ചോദ്യം 8. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? സുനിത വില്യംസ്. 62 മണിക്കൂർ. സുനിത വില്യംസാണ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്തു കൂടി നടന്നത്. 62 മണിക്കൂർ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി താമസിച്ച വനിത? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി താമസിച്ച വനിത? ഉത്തരം സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി താമസിച്ച വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിനാണ്. 286 ദിവസം. ചോദ്യം 10. സുനിത വില്യംസിന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ വരാതെ കഴിയേണ്ടി വന്നത് എത്ര ദിവസം? സുനിത വില്യംസിന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ വരാൻ കഴിയാതെ അവിടെ കഴിയേണ്ടി വന്നത് എത്ര ദിവസം? ഉത്തരം 286 ദിവസം. 286 ദിവസമാണ് സുനിത വില്യംസിന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങി വരാനാകാതെ അവിടെ കഴിയേണ്ടി വന്നത്. സ്റ്റാർ ലൈനറിൻ്റെ SpaceX Crew 9 ദൗത്യത്തിൽ സുനിത വില്യംസിനൊപ്പം പങ്കാളിയായത് ആരാണ്? സ്റ്റാർ ലൈനിൻ്റെ SpaceX Crew 9 ദൗത്യത്തിൽ വില്യംസിനൊപ്പം പങ്കാളിയായത് ആരാണ്? ഉത്തരം ബുച്ച് വിൽമോർ. ബുച്ച് വിൽമോറാണ് സുനിത വില്യംസിനൊപ്പം സ്റ്റാർ ലൈനിൻ്റെ SpaceX Crew 9 ദൗത്യത്തിൽ പങ്കുചേർന്നത്. ചോദ്യം 12. ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യ വ്യക്തി ആരാണ്?
ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം കൽപ്പന ചൗള. കൽപ്പന ചൗളയാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജ. രണ്ടാമത്തെ വ്യക്തി സുനിത വില്യംസ്. ചോദ്യം 13. സുനിത ക്രൂനേൺ മിഷന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചതെന്നാണ്? സുനിത ക്രൂനേൺ മിഷന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത് എന്നാണ്? ഉത്തരം 2024 ജൂൺ 5. 2024 ജൂൺ 5-നാണ് സുനിത വില്യംസ് ക്രൂനേൺ മിഷന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് തിരിച്ചത്. ചോദ്യം 14. ക്രൂനേണിൻ്റെ ഫ്രീഡം ക്യാപ്സ്യൂൾ അൺലോക്ക് ചെയ്തത് എന്ന്? ക്രൂനേണിൻ്റെ ഫ്രീഡം ക്യാപ്സ്യൂൾ അൺലോക്ക് ചെയ്തത് എന്ന്? ഉത്തരം 2025 മാർച്ച് 18. 2025 മാർച്ച് 18-നാണ് ക്രൂനേണിൻ്റെ ഫ്രീഡം ക്യാപ്സ്യൂൾ അൺലോക്ക് ചെയ്തത്. ചോദ്യം 15. ക്രൂനേണിൻ്റെ ഫ്രീഡം ക്യാപ്സ്യൂൾ മെക്സിക്കൻ കടലിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തത് എന്നാണ്? ക്രൂനേണിൻ്റെ ഫ്രീഡം ക്യാപ്സ്യൂൾ മെക്സിക്കൻ കടലിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തത് എന്നാണ്? ഉത്തരം മാർച്ച് 19. 2025 മാർച്ച് 19-നാണ് ഫ്രീഡം ക്യാപ്സ്യൂൾ മെക്സിക്കൻ കടലിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. അമേരിക്കയുടെ സമയക്രമം അനുസരിച്ച് ഇത് മാർച്ച് 18 തന്നെയായി വരും. ഇന്ത്യയിൽ 19. കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും വിജയാശംസകൾ. ശുഭഭാവി.